ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളി ഒരു സൂപ്പ് ഉണ്ടാക്കിയത്, വെജിറ്റബിൾ സൂപ്പ്. അല്ല, സമയം കളയാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് ആദ്യം നോക്കാം. ഇപ്പോൾ സൂപ്പിന് അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ നമുക്ക് വേണം. ഇതേപോലെ ഒരു 5-6 ബീൻസ് ഇതേപോലെ ഒന്ന് അരിച്ച് വെച്ചിരിക്കുന്നത്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ് അരിച്ച് വെച്ചിരിക്കുന്നത്, വളരെ കുറച്ച് ബീട്രൂട്ട് മതി, ഒരു സവോളയുടെ പകുതി, വലിയൊരു ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമ്മളിതുപോലെ കുക്കർ എടുക്കുക, ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 5-6 വെളുത്തുള്ളി കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 2 ഏലയ്ക്ക, ഒരു 3 ഗ്രാമ്പു, ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഏലയ്ക്കയും ഗ്രാമ്പും ഒക്കെ ഓപ്ഷനാണ്, താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അടുപ്പ് കത്തിയ ശേഷം നമുക്ക് കുക്കറ് അടുപ്പത്തോട്ട് വെക്കാം. ഇതിനകത്താകുമ്പോൾ പച്ചക്കറി പെട്ടെന്ന് വേവിച്ചെടുക്കാം. അതുകൊണ്ടാണ് കുക്കറിൻ്റെ അകത്ത് വെച്ച് ഇതൊന്ന് വേഗട്ടാണ്. ഒരു 2 വിസിൽ അല്ല, ഒരു 3 വിസിൽ, ഒരു 3 വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നിർത്തിയിട്ട് ഞാൻ താഴോട്ട് വെക്കുകയാണ്. പ്രഷറൊക്കെ അത് പോട്ടെ. അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. ഏലക്ക ഗ്രാമ്പും ഒക്കെ ഇട്ടല്ലേ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് എൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഓരോരുത്തർ ചെയ്യുന്ന ഓരോ വ്യത്യസ്തമായ രീതി തന്നെ. അപ്പോൾ ഇതും അങ്ങനെ തന്നെ കാണാവുള്ളൂ. അപ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിളൊക്കെ ഞാനിനി മാറ്റുകയാണ്. കുരുമുളകൊക്കെ കിടക്കുന്നതല്ലേ, ഏലക്കായും കുരുമുളകും ഗ്രാമ്പും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം നമുക്കിത് മിക്സിക്കകത്തൊന്ന് കറക്കിയെടുക്കണം. ഇത് നമുക്ക് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം തന്നെ ഒരല്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോഴത്തേക്കും സാധാരണ നല്ല പേസ്റ്റ് പോലെ അരയണ്ട, ഒന്ന് കറക്കി ഇങ്ങനെ എടുത്താൽ മാത്രം മതി. അത് റെഡിയാക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ആ വെജിറ്റബിളൊക്കെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരുപാട് അരഞ്ഞു പോകാതെ ഇതേപോലെ ഒന്ന് കറക്കി എടുക്കുക. ഇനി സൂപ്പ് റെഡിയാക്കാം. അപ്പോൾ ഇതേപോലെ പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് ബട്ടർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യമേ തന്നെ ഈ ജാറിൻ്റെ അകത്തിരിക്കുന്ന ആ വെജിറ്റബിളെല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും. ഈ ബട്ടറിൻ്റെ അകത്ത് ഈ വെജിറ്റബിളൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഈ കുക്കറിൻ്റെ അകത്തുള്ള ആ വെജിറ്റബിളിൻ്റെ വെള്ളം തന്നെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ആ വെജിറ്റബിളിൻ്റെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി നല്ലപോലെ തിളയ്ക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതേപോലെ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കറക്കി റെഡിയാക്കിയിടും. കാരണം കട്ട വരും കോൺഫ്ലവറിന്. സൂപ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അത് കോരി കുടിക്കുന്ന ഒരൈറ്റമല്ലേ. ഒരു 2 മിനിറ്റ് നല്ലപോലെ തിളയാകുമ്പോഴത്തേക്കും നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ അതുകൊണ്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ആ കോൺഫ്ലവർ ഒഴിച്ച് ഒന്ന് ഇളക്കി ഇതുണ്ട് കുറുകി ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് കുറുകി വരണം. മല്ലിയില ഉണ്ടെങ്കിൽ ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കും. കുറച്ചളവ് ഇതുപോലെ കോൺഫ്ലവർ ചേർത്തതിന് ശേഷം ഏകദേശം ഒരു 2 മിനിറ്റ് ഒരു മീഡിയം രീതിയിൽ തീയിൽ വെക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അങ്ങ് നിർത്താം. താഴോട്ട് വെക്കണ്ടേ. ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയതിന് ശേഷം ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഈ സൂപ്പ് ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റായി സൂപ്പ്. തീർച്ചയായും കുരുമുളകൊക്കെ എന്നാന്ന് വെച്ചാൽ നമുക്ക് കുടിക്കുമ്പോഴത്തേക്കൊന്ന് കഴിക്കാൻ വേണ്ടിയൊക്കെയാണ് ഞാൻ കുരുമുളകൊക്കെ ഇങ്ങനെ ചേർത്ത് കേട്ടോ. സൂപ്പ് ഉണ്ടാക്കിയിട്ട് അല്പം ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റ് കേട്ടോ, ചുമ്മാ പറഞ്ഞൊന്നുമില്ല, സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. ഈ സൂപ്പിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കാര്യം മല്ലിയിലയൊക്കെ ഇട്ടുകൊണ്ടുണ്ട്
ഇച്ചിരി എരിവും ആ മല്ലിയില ടേസ്റ്റും നമ്മളെ ഏലക്കയും ഗ്രാമ്പും ഒക്കെ ചേർത്തല്ലേ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് ഇതിനുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ ഇതേപോലുള്ള വെജിറ്റബിൾ സൂപ്പൊക്കെ നല്ല എല്ലാവരും ഉണ്ടാക്കി മേടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ്. ഇനി ഒരു കാര്യം കൂടെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.